ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. കർത്താവായ യേശുക്രിസ്തു താൻ തിരഞ്ഞെടുത്തതായ 12 ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി പറഞ്ഞയക്കുന്നതിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ച ചില വാചകങ്ങളുടെ ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്: ഒന്നാമൻ പത്രോസ്, അവന്റെ സഹോദരനായി അന്ത്രയോസ്, പിന്നെ സെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ. സെബദി പുത്രന്മാർ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. പിന്നെ ഫിലിപ്പോസ്, ബർത്തിലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മറ്റ് സുവിശേഷകരൊക്കെ മത്തായിയെ വെറുതെ മത്തായി എന്നങ്ങ് പറയത്തേ ഉള്ളൂ. ചിലർ ലേവി എന്നും പറയാറുണ്ട്. എന്നാൽ മത്തായി സ്വയം എഴുതുമ്പോൾ ചുങ്കക്കാരൻ മത്തായി എന്ന് പ്രത്യേകം എഴുതുവാൻ ശ്രദ്ധിക്കുന്നു. മത്തായിയുടെ ചുങ്കക്കാരൻ മത്തായി എന്ന് സ്വയം എഴുതുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു: യഹൂദന്മാരുടെ ഇടയിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായിരുന്നു, ഏറ്റവും വലിയ പാപിയായിരുന്നു ഞാൻ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാനിതാ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരിക്കുന്നു. അപ്പോൾ താൻ ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു, കർത്താവിനെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ചുങ്കക്കാരൻ മത്തായി എന്ന് മത്തായി സ്വയം എഴുതുന്നത്. മറ്റുള്ളവരും പാപികളൊക്കെ തന്നെയാണെങ്കിലും മത്തായിയെ സംബന്ധിച്ചിടത്തോളം മത്തായിയാണ് ഏറ്റവും വലിയ പാപി. അതുകൊണ്ട് ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കാൻ കടപ്പെട്ടവനും യേശുവിനെ സ്നേഹിക്കുന്നവനും താനാണ് എന്നാണ് മത്തായി ഇവിടെ വാക്കും ഭാഷണവും കൂടാതെ എടുത്തു പറയുന്നത്. അങ്ങനെ മത്തായി തന്നെ തന്നെ ഹീനനാക്കിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം വർണ്ണിക്കുകയാണ്. പൗലോസ് പറയുമ്പോഴും ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഈ കാലത്തുള്ള ചില പ്രത്യേകത കൂടെ ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പലരും പറയുമ്പോൾ തങ്ങളെ വലിയ പാപികളായിരുന്നു എന്നൊക്കെ ഒരു ഭംഗിവാക്ക് പറയാറുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്നാലേ പറഞ്ഞു വരുമ്പോൾ സാധാരണ പറയുന്നത് ഞങ്ങളെ പണ്ട് വലിയ കുടുംബത്തിലുള്ളവരായിരുന്നു, തോമാസ് ലീഗ അവരെ എത്തുന്ന പാരമ്പര്യമുള്ളവരായിരുന്നു. ഇതൊക്കെയാണ് ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ചിലരുടെയൊക്കെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ വായിച്ചാൽ രസകരമായിരിക്കും. ആദ്യത്തെ ഒരധ്യായം മുഴുവൻ ഇവരുടെ ആ പഴയ പാരമ്പര്യം അറിയാൻ വേണ്ടി മാറ്റിവെക്കും. മിക്കവരുടെയും ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ തുടങ്ങുന്നത് AD 82 തോമാസ് ലീഗ കേരളത്തിൽ വന്നു എന്നും പറഞ്ഞുകൊണ്ടാണ്. ഇവരുടെ ആത്മകഥ പറയുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമുള്ള കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഇവരുടെ ജീവചരിത്രം പറയുമ്പോൾ ഇത് പറയേണ്ട കാര്യമൊന്നും ഉള്ളതല്ല. പക്ഷേ അവർക്ക് തോമാസ് ലീഗ വരെ എത്തുന്ന പാരമ്പര്യം പറഞ്ഞേ മതിയാകൂ. ആ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് തങ്ങളുടെ കുടുംബത്തിന്റെ മാഹാത്മ്യം പല ആഞ്ഞിലിമൂട്ടിലെന്നോ പാറപ്പുറത്തെന്നോ എന്തെങ്കിലും ആയിരിക്കും. പണ്ടേ അതൊക്കെ ഉള്ളൂ. ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ കിടന്നത് ആഞ്ഞിലിമൂട്ടിലും പാറപ്പുറത്തും ഒക്കെയായിരുന്നു. പക്ഷേ അതേതാണ്ട് വലിയ ശ്രേഷ്ഠതയാണ് എന്ന രൂപത്തിലാണ് പറയുന്നത്. അങ്ങനെ ആഞ്ഞിലിമൂട്ടിൽ കുടുംബം, അല്ലെ പാറപ്പുറത്ത് കുടുംബം എന്നൊക്കെ പറഞ്ഞ് കുറെ കുടുംബത്തിന്റെ പേരും പറഞ്ഞ് അത് കൊണ്ടുപോയി എങ്ങനെങ്കിലും തോമാസ് ലീഗയിൽ എത്തിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് പാരമ്പര്യം പറഞ്ഞു വന്ന് അവരുടെ കുടുംബ പാരമ്പര്യം എല്ലാം പറഞ്ഞ് അതിലൊരു ശാഖ അവിടെ വന്നു, അവിടുന്ന് ഒരു ശാഖ ഇങ്ങോട്ട് പോന്നു, പിന്നെ ഒരു പേര് കിളുത്തു. ഇതൊക്കെ പറഞ്ഞ് അവസാനം ഈ മനുഷ്യനിൽ എത്തിച്ചേരും. ആ കഴിഞ്ഞ ഇദ്ദേഹത്തിന്റെ വീരചരിത്രമായി ചെറുപ്പകാലം തൊട്ടേ വലിയ ഭക്തനൊക്കെ ആയിരുന്നു. പിന്നെ സ്നാനത്തിന്റെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നതുകൊണ്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്തി വന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഈ രൂപത്തിലാണ് പാരമ്പര്യം പറയുക. ഇതൊന്നും ശരിയായ സാക്ഷ്യമല്ല. ഇവരുടെ മഹത്വം കണ്ടുകൊണ്ടൊന്നും അല്ല കർത്താവ് വിളിച്ചതും. യഥാർത്ഥ ദൈവദാസന്മാർക്ക് ആകെ പറയാനുള്ളത് കർത്താവിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം തങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നു, ഞാനാകുന്നത് കൃപയാലാകുന്നു എന്നല്ലാതെ ഒന്നും പറയുവാനില്ല. ഈ ഒരു അധ്യായം നീളുന്ന പാരമ്പര്യം പറയുന്ന ഇവരാരും രക്ഷിക്കപ്പെട്ടതുമല്ല. ഒരുപക്ഷെ പെന്തക്കോസ്തി ചേർന്ന് കാണും. രക്ഷിക്കപ്പെട്ടേ പെന്തക്കോസ്തി ചേരാവൂ എന്നില്ല. അതുകൊണ്ട് പെന്തക്കോസ്തി ചേർന്നു എന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന അർത്ഥവുമില്ല. ഇവിടെ മത്തായി സ്വയം പറയുന്നു, ചുങ്കക്കാരൻ മത്തായി. താൻ ചുങ്കക്കാരനായിരുന്നു, കർത്താവിനെ വിടുവിച്ചു, അതാണ്. പിന്നെ അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, പിന്നെ ഒരു ശീമോൻ ഇവിടെയുണ്ട്. നമ്മുടെ ശീമോൻ പത്രോസിനെ നമുക്കറിയാം, പക്ഷെ ഇത് വേറൊരു ശീമോനാണ്, എരിവുകാരനായ ശീമോൻ. അക്ഷരാർത്ഥത്തിൽ പാമ്പും കീരിയും പോലെ നിൽക്കേണ്ടവരാണിവര്.
ചുങ്കക്കാരോടൊക്കെ ഇവർക്ക് ഭയങ്കര വിരോധമാണ്. പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചുങ്കക്കാരൻ മത്തായി ഉണ്ട്, എരിവുകാരനായ ശീമോനും ഉണ്ട്. പക്ഷെ യേശുവിന്റെ സ്നേഹത്തിൽ വന്നപ്പോൾ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഇവർ രണ്ടുപേരും കൊണ്ട് തമ്മിൽ വഴക്കുണ്ടാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയാത്ത യൂദ. ഇതിലെ എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ കാര്യം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഇവരെ തെരഞ്ഞെടുത്തത്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നത്രേ. അതിൽ തന്നെ ഒറ്റിക്കൊടുക്കാനുള്ളവനെയും തെരഞ്ഞെടുത്തു. അങ്ങനെ കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട്, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവരോട് പറയുന്നത്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഇങ്ങനെ കർത്താവ് പറയുന്നത്. ശിഷ്യന്മാർക്ക് എല്ലാവിധ അധികാരങ്ങളും കർത്താവ് കൊടുക്കുകയാണ്. ഈ ഭൂമിയിലെ കർത്താവായിരുന്നപ്പോൾ കർത്താവിന് ചെയ്യുവാൻ ദൈവം കൊടുത്തതായ എല്ലാ ശുശ്രൂഷകളും എല്ലാ അധികാരങ്ങളും കർത്താവിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് പോകുന്ന ഈ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇത്ര വലിയ ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം യോഗ്യരാണോ ഈ 12 പേര്? ഒരുപക്ഷെ കർത്താവിന് ഇവരെക്കാളും യോഗ്യന്മാരായിട്ട് കുറച്ചു പേരെ കിട്ടുകയില്ലായിരുന്നോ? ആ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചിലതിനെ കൊണ്ട് കാശിന് കൊള്ളത്തില്ല. ഇനി കൊള്ളാവുന്നത് തന്നെ നേരും ചൊവ്വുമുള്ള ഒരൊറ്റ എണ്ണമില്ല. കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവരില്ല. കർത്താവ് നല്ല ഒരു തിയോളജി പറഞ്ഞാൽ, നല്ല ഒരു ഉപമ പറഞ്ഞാൽ ഇവർക്കാർക്കും മനസ്സിലാകത്തില്ല. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, കർത്താവെ നീ പറഞ്ഞതെന്തോ വന്നു, എന്നിട്ടും മനസ്സിലാകത്തില്ല. പിന്നെ വല്ല വിഡ്ഢിത്തവുമായിരിക്കും പറയുക. ഈ രൂപത്തിൽ വർത്താനം പറയുന്ന കുറെ ശിഷ്യന്മാരെ, കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറെ പാർട്ടികൾ, ഇവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ തിരഞ്ഞെടുത്തത്? ഇതാണ് കർത്താവിന്റെ വഴി. ഇവരാരും ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത് ഇവരുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. കർത്താവിന്റെ പദ്ധതിയില് ഇവരുടെ കഴിവല്ല കർത്താവിന് വേണ്ടിയിരുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറുള്ള കുറെ ആളുകളെയാണ് കർത്താവിന് വേണ്ടിയിരുന്നത്. അതിനെ ഇവർ യോഗ്യരാണ് എന്ന് കർത്താവ് കണ്ടു, മനസ്സിലാക്കി. അത്രമാത്രമേ ഇവിടെയുള്ളൂ. കർത്താവിന്റെ സ്ഥാനത്ത് ഞാനാണ് 12 ശിഷ്യന്മാരെ അവിടെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ വിധത്തിലൊന്നും ആയിരിക്കത്തില്ല. ഒന്നാമതായിട്ട് ഞാൻ ആ യൂദായെ തെരഞ്ഞെടുക്കത്തില്ല. കാരണം ഇവൻ ചതിയനാണ്. അവസാനം ഇവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്, നീ ഒറ്റിക്കൊടുക്കണേ വേണേ അതിനൊരാഴ്ച മുമ്പ് നിന്നെ ഞാൻ അങ്ങ് എടുത്തോളാം, എന്നിട്ട് നീ എന്നെ ഒറ്റിക്കൊടുത്തു. അതല്ലാതെ എന്റെ കൂടെ നടന്ന് ഈ 3.5 വർഷം ഇതൊന്നും അങ്ങനെ അനുഭവിക്കണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല, നിന്നെപ്പോലുള്ളവൻ എന്റെ കൂട്ടത്തിൽ വേണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. കാരണം ഞാനും കർത്താവുമായിട്ട് അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. കർത്താവിന്റെ സ്ഥാനത്ത് ഞാനാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ദേശത്തുള്ള കുറെ മാന്യന്മാരെ തെരഞ്ഞെടുത്തതിന് ഇതുപോലെ മീൻ നാറുന്നവരും പള്ളുകുത്തി പോകാത്തവരും അങ്ങനെയുള്ളതൊന്നും ആയിരിക്കത്തില്ല എന്റെ ലിസ്റ്റില്. ദൈവം പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ള 12 പേരെ തെരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞാല് ആ ദേശം മുഴുവൻ ഞാനൊന്ന് അന്വേഷിക്കും. ഏറ്റവും ഭക്തന്മാരായ ആൾക്കാർ, ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, ദൈവത്തെ പിൻപറ്റണമെന്ന് ആഗ്രഹമുള്ളവർ, 4 പേരുടെ മുമ്പിൽ മാന്യന്മാരായി നടക്കുന്നവർ, അങ്ങനെയുള്ള 12 പേരെ നോക്കി ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നു. അവർക്ക് തിയോളജി അറിയാമോ എന്ന് ഞാൻ നോക്കും. ഭാവിയിലെ ഗ്രീക്കുകാരുടെയും വലിയ തത്വജ്ഞാനികളുടെയൊക്കെ അടുത്തുപോയി പ്രസംഗിക്കാനുള്ളവരാണ്. അതിനുള്ള അറിവ് അവർക്കുണ്ടോ എന്ന് നോക്കും, ധൈര്യമുണ്ടോ എന്ന് നോക്കും, നന്നായി പ്രസംഗിക്കാൻ അറിയാവോ എന്ന് നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് ഏറ്റവും യോഗ്യന്മാരെന്ന് ഞാൻ കാണുന്നതായ 12 പേരെ ഞാൻ തെരഞ്ഞെടുക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ വേല. നമ്മുടെ ജഡ്ജ്മെന്റ് അനുസരിച്ച് നോക്കിയാൽ ആ ദേശത്ത് ഈ പത്രോസിനേക്കാളും യോഹന്നാനേക്കാളും അന്ത്രയോസിനേക്കാളും ചുങ്കക്കാരൻ മത്തായിയേക്കാളും ഒക്കെ എത്രയോ നല്ല ആൾക്കാർ ദൈവവേലയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ദൈവവചനം അറിയാവുന്നവർ, പേഴ്സണാലിറ്റി ഉള്ളവർ, മാന്യന്മാരായി ജീവിക്കുന്നവർ, കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവർ. പക്ഷെ കർത്താവ് അവരെ ഒന്നുമല്ല തിരഞ്ഞെടുത്തത്. നാം കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത്. കർത്താവിന്റെ ചിന്തകള്, കർത്താവിന്റെ കാഴ്ചപ്പാടുകൾ, കർത്താവിന്റെ പദ്ധതികൾ, കർത്താവിന്റെ ഈ വിലയിരുത്തലുകളൊക്കെ നമ്മുടെയൊക്കെ ചിന്തയ്ക്കും വിലയിരുത്തലുകൾക്കും അപ്പുറമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ മത്തായിയെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ തെരഞ്ഞെടുത്തത്. ഇവർക്ക് മിക്കവർക്കും ചുവനേരെ എഴുതാനും വായിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവ് ഇവരെ തെരഞ്ഞെടുത്തു. ഇവരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുകയാണ്.
ഇവരോട് പറയാണ്, നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ ഞാനിത് അധികാരം തരുന്നു, മരിച്ചവരെ ഉയർപ്പിക്കാൻ അധികാരം തരുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാൻ അധികാരം തരുന്നു, ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം തരുന്നു. അങ്ങനെ സാധാരണ ഒരു മനുഷ്യന് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത അധികാരങ്ങള് ഈ നിരക്ഷരകുക്ഷികളായ ആൾക്കാർക്ക് ദൈവം കൊടുക്കുകയാണ്. അവർക്ക് രോഗികളെ സൗഖ്യമാക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി തീർക്കുവാൻ കഴിയും. എല്ലാറ്റിലുപരിയായി ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും. എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. ഈ അധികാരങ്ങളൊക്കെ ദൈവം ഇവർക്ക് സൗജന്യമായി കൊടുത്തതാണ്, അല്ലാതെ ഇവരുടെ ആ വിശേഷത കൊണ്ടൊന്നും കിട്ടിയതല്ല. കർത്താവ് പറയുന്നു, സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ സൗജന്യമായി തന്നെ ഇത് കൊടുക്കേണ്ടതാണ്. മാത്രമല്ല, യാത്ര പോകുന്ന സമയത്ത് കർത്താവ് ഇവരോട് പറയുന്നു, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും, രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. ഇവിടെ 3 തരത്തിലുള്ള നാണയങ്ങളെ കുറിച്ച് പറയുന്നു. പൊന്നാണയം എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളതാണ്, വെള്ളി നാണയം കുറച്ചുകൂടെ വില കുറവാണ്, ചെമ്പ് നാണയം എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞതാണ്. അപ്പോ ഒരു വിധത്തിലുള്ള കാശ് നിങ്ങൾ കയ്യിൽ കരുതണ്ട എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, വഴിയാത്രയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ പൊക്കണം എടുക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നമ്മളെ ദൈവദാസന്മാരെന്ന് പറയുന്ന മിക്കവരും മറന്നുപോകുന്ന കാര്യവും ഇതാണ്. നമ്മൾ ഈ പൊക്കണവും കൊണ്ടാണ് നടപ്പ്. ദൈവനാമം സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ദൈവനാമം ഉപയോഗിച്ച് പണമുണ്ടാക്കുവാനോ സ്വകാര്യ ലാഭം ഉണ്ടാക്കുവാനോ നമുക്ക് 2 വട്ടം ആലോചിക്കേണ്ടതുമില്ല. ദൈവനാമം ഉപയോഗിച്ചുകൊണ്ട് എന്തുതരം സ്വാർത്ഥ ലാഭം ഉണ്ടാക്കുവാനും നമുക്ക് മടിയില്ല. ദൈവദാസന്മാർ തങ്ങളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. കാശ് കിട്ടും എന്ന് കേൾക്കുന്നിടത്തെല്ലാം കാശിന്റെ പുറകെ നടന്ന് ദൈവത്തിനൊരു വിലയുണ്ട്, അത് കളഞ്ഞു കുളിക്കരുത്. എന്റെ സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള ദൈവദാസന്മാരെന്ന് പറയുന്നവരെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഇങ്ങനെ ദൈവനാമം തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ആദായ സൂത്രം എന്ന നിലയ്ക്ക് വിനിയോഗിക്കുന്ന നിരവധി ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഈ കാലത്തും ഉണ്ട്. ഇവരെ ദൈവദാസന്മാരുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റില്ല. ഈ തരത്തിലുള്ള നടപടികൾക്ക് എതിരായിട്ടാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. മണിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും, അതായത് ഏറ്റവും വില കൂടിയ പൊന്ന്, രണ്ടാമത്തെ വെള്ളി, മൂന്നാമത്തെ ചെമ്പ്, ഈ വിധത്തിലുള്ള 3 തരം നാണയങ്ങള്. ഇന്നത്തെ കണക്കിന് പറഞ്ഞാല് പൊന്നെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ നോട്ടാണെന്ന് ഇരിക്കട്ടെ, വെള്ളി എന്ന് പറയുന്നത് 100 രൂപയുടെ 50 രൂപയുടെ ഒക്കെ നോട്ടാണെന്ന് സങ്കല്പിക്കുക. ചെമ്പെന്ന് പറയുന്നത് 50 പൈസ 1 രൂപ ഇനത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ 1000 രൂപയും വേണ്ട, 100 രൂപയും 50 രൂപയും ഒന്നും വേണ്ട, ഇനി 50 പൈസ 1 രൂപ ഇനത്തിൽപ്പെട്ടതും വേണ്ട. ഇതൊന്നും കരുതേണ്ട കാര്യമില്ല. പൊക്കണം വേണ്ട, കിട്ടുന്നതെല്ലാം കൂടെ വലിച്ചു വാരിക്കൊണ്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി സഞ്ചിയുമായിട്ട് തെണ്ടികളെ പോലെ ഇറങ്ങേണ്ടതില്ല. മാത്രമല്ല, 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതേണ്ടതില്ല. കാരണം ആ കാലത്തെ മിക്കവർക്കും 1 ഉടുപ്പേ കാണൂ. 2 ഉള്ളതെന്ന് പറയുന്ന അല്പം ലക്ഷറിയാണ്. യാത്ര പോകുമ്പോൾ ചിലരെ 2ാമതൊരു ഉടുപ്പ് കൂടെ കരുതും. കാരണം തങ്ങൾ ദീർഘദിവസം യാത്ര ചെയ്യുമ്പോൾ വിയർത്ത് കുളിച്ചാകെ നാശമാകുമല്ലോ, അപ്പോളെ ഒന്ന് മാറാമെന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് 2 ഉടുപ്പ് വേണ്ട, നിങ്ങൾക്ക് ഉടുപ്പ് ആവശ്യമാകുമ്പോൾ ഞാൻ തന്നോളാം, അതവിടെ ഉണ്ടാകും, നിങ്ങളെ അതോർത്ത് വിഷമിക്കേണ്ട. ചെരുപ്പ് വേണ്ട, അതായത് എക്സ്ട്രാ ചെരുപ്പ് കരുതണ്ട എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ഒരു ചെരുപ്പ് പോലും ഇടണ്ട എന്നുള്ള അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ വടി കരുതണ്ട. വടി എന്ന് പറയുന്നത് തങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ ക്ഷീണിക്കുമ്പോൾ കുത്തി നടക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതേക്കുറിച്ച് ഒന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് കർത്താവ് പറയുന്നത്. അതിനൊക്കെ കാരണമായിട്ട് കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഈ വാചകം എല്ലാ ദൈവദാസന്മാരും കാണാപ്പാഠം പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ദൈവവേലയ്ക്കാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ, നിങ്ങളെ വേലയ്ക്ക് വിളിച്ചത് ദൈവമാണ് എങ്കിൽ വേലക്കാരൻ കൂലിക്ക് യോഗ്യനല്ലോ. ഞാനത് മറ്റൊരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. നമ്മുടെ ഈ ദേശത്ത് ആരാണ് ഏറ്റവും വലിയ പണക്കാരനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ റിലയൻസുകാരാണ് ഏറ്റവും വലിയ പണക്കാരെന്നാണ് കേട്ടിട്ടുള്ളത്. ആയിരിക്കാം. എന്നാലേ പണ്ട് തൊട്ടേ വലിയ പണക്കാര് ടാറ്റയും ബിർളയും ഒക്കെയാണ്. അതുകൊണ്ട് അവരുടെ പേരാ തൽക്കാലം ഞാൻ പറയാൻ പോകുന്നത്. ടാറ്റയാണ് നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് വിട്ടിരിക്കുന്നത്. ടാറ്റ പറയാണ്, നിങ്ങളെ ആലുവായി പൊയ്ക്കോ, അവിടെ ഇന്ന കെട്ടിടമുണ്ട്, അവിടെ പോയി താമസിച്ചോ, നിങ്ങൾ